നമ്മൾ ബൗണ്ടറി സ്റ്റോൺ വെച്ചാൽ മാത്രം പോരാ, ഇതും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. ബൗണ്ടറി സ്റ്റോൺ വെച്ച് കഴിഞ്ഞാൽ പലരും സ്വാഭാവികമായി കരുതും ഇനി എല്ലാം ക്ലിയർ എന്ന്. പക്ഷേ സ്റ്റോൺ വെച്ചാൽ മാത്രമല്ല, അത് എങ്ങനെ, ഏത് രേഖയുടെ അടിസ്ഥാനത്തിൽ, ആരൊക്കെ അറിഞ്ഞുകൊണ്ടാണ് വെച്ചത് എന്നതും പ്രധാനമാണ്. ബൗണ്ടറി സ്റ്റോൺ വെച്ചതിന് ശേഷം ശ്രദ്ധിക്കേണ്ട ചില ലളിതമായ കാര്യങ്ങളുണ്ട്. ഒന്നാമതായി, വെച്ച സ്റ്റോൺ രേഖകളിൽ ശരിയായി മാർക്ക് ചെയ്തിട്ടുണ്ടോ? രണ്ടാമതായി, അയൽവാസിക്ക് അത് സംബന്ധിച്ച് അറിവുണ്ടായിരുന്നോ? മൂന്നാമതായി, സ്റ്റോൺ താൽക്കാലികമല്ലാതെ ശരിയായ രീതിയിൽ പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുണ്ടോ? ഇതൊക്കെ ചെറിയ കാര്യങ്ങളാണ്, പക്ഷെ ഭാവിയിലെ വലിയ പ്രശ്നങ്ങൾ ഒഴിവാക്കുന്ന കാര്യമാണിത്. ബൗണ്ടറിയിലുള്ള സ്റ്റോൺ ഒരു അടയാളമാണ്, പക്ഷേ രേഖകളിലുള്ള ബൗണ്ടറിയാണ് നിയമപരമായി ശക്തം. രണ്ടും ഒരുമിച്ച് ശരിയായാൽ മാത്രമേ ബൗണ്ടറി പൂർണ്ണമായി സുരക്ഷിതമാവൂ. അതിനാൽ ലളിതമായി പറഞ്ഞാൽ, ബൗണ്ടറി സ്റ്റോൺ കാണാനില്ലെങ്കിലും ശരിയായ രീതിയിൽ വീണ്ടും സ്ഥാപിക്കാം. സ്ഥാപിച്ച ശേഷം ചെറിയ ശ്രദ്ധയും ശരിയായ രേഖകളുമുണ്ടെങ്കിൽ ഭാവിയിൽ പ്രശ്നങ്ങൾ വളരെ കുറയും. ബൗണ്ടറിയെ പോലെ തന്നെ നമ്മൾ പതിവായി കാണുന്ന മറ്റൊരു പ്രശ്നം കൂടിയുണ്ട്. വീട് പണി തുടങ്ങുമ്പോൾ സർവേ ശരിയായിട്ടും കെട്ടിടത്തിന്റെ സ്ഥാനം അല്പം മാറിപ്പോകുന്നത്. അത് ആരുടെ തെറ്റാണ്? എങ്ങനെ അത് ഒഴിവാക്കാം? അത് അടുത്ത വീഡിയോയിൽ ലളിതമായി പറയാം. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായിട്ട് ഈ പേജ് ഒന്ന് ഫോളോ ചെയ്യൂ.